Dear students, welcome to Learner's World. In this video, I'm going to talk about an article. These are the LGBTQ plus travel trends shaping the future of inclusive travel by Connor Sturgis, FAUGB, MDC, BA English, introducing travel narratives, journey beyond borders, second semester, Calcutta University. Connor Sturgis is the digital assistant at Condé Nast Traveler, where he covers topics ranging from the latest hotel openings around the world. Connor Sturgis ഒരു ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആണ് Condé Nast ട്രാവലറിൽ. അവിടെ അദ്ദേഹം കവർ ചെയ്യുന്ന ടോപ്പിക്സ് ലോകത്ത് ഉടനീളമുള്ള ഹോട്ടൽ ഓപ്പണിങ്സിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് LGBTQ+? സ്റ്റാൻഡ്സ് ഫോർ ലെസ്ബിയൻ, ഗേസ്, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, queer or questioning. L stands for lesbian, women who are attracted to other women. Lesbian എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിലുമായിട്ട് സെക്ഷുവൽ ആൻഡ് റൊമാൻറ്റിക് അട്രാക്ഷനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. G stands for gay, men who are attracted to other men. ഗേ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് റൊമാൻറ്റിക് ആൻഡ് സെക്ഷുവൽ അട്രാക്ഷനെയാണ് പറയുന്നത്. ബി സ്റ്റാൻഡ്സ് ഫോർ ബൈസെക്ഷുവൽ, പീപ്പിൾ ഹു ആർ അട്രാക്റ്റഡ് ടു മോർ ദൻ വൺ ജെൻഡർ. അതായത് ഒന്നിൽ കൂടുതൽ ജെൻഡറുമായിട്ടുള്ള ആളുകളുടെ സെക്ഷുവൽ ആൻഡ് റൊമാൻറ്റിക് അട്രാക്ഷനാണ് ബൈസെക്ഷുവൽ. ടി സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ജെൻഡർ, പീപ്പിൾ ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിഫേഴ്സ് ഫ്രം ദ സെക്സ് ദേ വർ അസൈൻ അറ്റ് ബർത്ത്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അതായത് അവർ ജനിച്ച സമയത്തുള്ള അവരുടെ ആ ഒരു അസൈൻ സെക്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ബർത്തിലുള്ള അവരുടെ ഒരു സെക്ഷൽ ഓർഗനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. Q stands for queer or questioning. Queer is a broad term for non-heterosexual identities, while questioning refers to people exploring their identity. Queer എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഹെറ്ററോസെക്ഷൽ ഐഡൻറ്റിറ്റിൻ്റെ ഒരു ബ്രോഡ് ടേമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി ആളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. പ്ലസ് ഇൻക്ലൂഡ്സ് അതർ ഐഡൻറ്റിറ്റീസ് ലൈക്ക് നോൺ ബൈനറി, അസെക്ഷൽ, പാൻസെക്ഷൽ ആൻഡ് മെനി മോർ. LGBTQ++ എന്നുള്ളത് ഇതിലപ്പുറമുള്ള മറ്റുള്ള ജെൻഡേഴ്സിനെയാണ് പറയുന്നത്. നോൺ ബൈനറി, അസെക്ഷൽ, പാൻസെക്ഷൽ തുടങ്ങിയിട്ടുള്ള പിന്നെയും ഒരുപാട് ജെൻഡർ ഉണ്ട്, അവരൊക്കെയാണ് പറയുന്നത്. Summary of these are the LGBTQ+ travel trends shaping the future of inclusive travel. ഇതൊരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഈ LGBTQ+ ട്രാവലേഴ്സ്, യാത്രക്കാർ, അതായത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇവരൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില രാജ്യങ്ങളിലൊന്നും സമൂഹം അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ഗേ, ലെസ്ബിയൻ ഇവരൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ട്രാവൽ ഇൻഡസ്ട്രി ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവൽ ട്രെൻഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാവൽ ട്രെൻഡ്സുകളാണ് അത് ഇവർക്ക് വളരെയധികം കംഫർട്ടബിളാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. In the article, these are the LGBTQ+ travel trends shaping the future of inclusive travel, discusses emerging trends in LGBTQ+ travel, drawing insight from Globe Trenders Queer Travel Trends Report. അപ്പോൾ ഈ ഗ്ലോബ് ട്രെൻഡേഴ്സ് ക്യൂർ ട്രാവൽ ട്രെൻഡ്സ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഈ ഒരു LGBTQ+ ട്രാവൽ ട്രെൻഡ്സ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ട്രെൻഡ്സുകൾ നോക്കാം. ഇത് പബ്ലിഷ്ഡ് ഇൻ കോണ്ടേ നാസ്റ്റ് ട്രാവലർ ഓൺ July 3, 2023. July 3, 2023 കോണ്ടേ നാസ്റ്റ് ട്രാവലറിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനിയാണ് ഈ ഒരു LGBTQ+ ട്രാവൽ ട്രെൻഡ്സ് പറയുന്നത്. An increasing number of LGBTQ+ families are seeking inclusive vacation options, leading to a rise in family-friendly destinations and services that cater to diverse family structures. അതായത് ഒരുപാട് LGBTQ+ ഫാമിലീസ് അവർ വെക്കേഷൻ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാറുണ്ട്. അതായത് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് അവർ ചൂസ് ചെയ്യാറുണ്ട്.
For instance, countries such as Finland and Taiwan have been pioneers in allowing same-sex couples to adopt, making them choices for queer families. അതായത് ഫിൻലാൻഡ്, തായ്വാൻ ഇവരൊക്കെയാണ് ആദ്യമായിട്ട് ഈ ഒരു LGBTQ+ ട്രാവലേഴ്സിനെ, സെയിം സെക്സിലുള്ള കപ്പിൾസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇവരാണ് ആദ്യമായിട്ട്. ഇവരാണ് ഈ ഫാമിലീസിന് ചോയ്സസ്, ട്രാവൽ ട്രെൻഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. മീഡിയ റെപ്രസെൻറ്റേഷൻ ഇൻഫ്ലുവൻസസ് ട്രാവൽ ചോയ്സസ് വിത്തിൻ LGBTQ+ കമ്മ്യൂണിറ്റി. അതായത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് മീഡിയ റെപ്രസെൻറ്റേഷൻ ഈ ഒരു ട്രാവൽ ചോയ്സസ് LGBTQ+ കമ്മ്യൂണിറ്റീൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ഒരു ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ ഇവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ഇടയ്ക്ക് ഈ ട്രാവൽ ചോയ്സസ് ഈ ഒരു മീഡിയയിൽ നിന്നാണ്, ടെലിവിഷനിൽ നിന്ന്, ഒരുപാട് സീരീസിൽ നിന്നൊക്കെയാണ്, ഫിലിംസിൽ നിന്നൊക്കെയാണ് അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഒരുപാട് ട്രാവൽ ചോയ്സസ്. ഡെസ്റ്റിനേഷൻസ് ഫീച്ചേർഡ് ഇൻ പോപ്പുലർ TV ഷോസ് ആൻഡ് ഫിലിംസ് എക്സ്പീരിയൻസ് ഇൻട്രസ്റ്റ് ഫ്രം ക്യൂർ ട്രാവലേഴ്സ്. അതായത് അവർക്ക് പറ്റിയിട്ടുള്ള ഡെസ്റ്റിനേഷൻ, അതായത് ക്യൂർ ഫാമിലീസ് ഡെസ്റ്റിനേഷൻ, ഫാമിലി ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻസൊക്കെ അവർ ചൂസ് ചെയ്യുന്നത്, അവർ കാണുന്നത് ടെലിവിഷനിലൂടെയാണ്, അതായത് പോപ്പുലർ ആയിട്ടുള്ള TV ഷോസിലൂടെയാണ്, അതുപോലെ ഫിലിംസിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ദ BBC റിയാലിറ്റി ഷോ ഐ കിസ്ഡ് എ ബോയ് ബൂസ്റ്റഡ് സെർച്ചസ് ഫോർ മസേരിയ റെൻഡൽസ് ഇൻ ഇറ്റലി ആസ് ദ ഷോ വാസ് ഫിലിംഡ് ഇൻ സച്ച് വില്ലാസ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. BBC റിയാലിറ്റി ഷോ ആയിട്ടുള്ള ഐ കിസ്ഡ് എ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിയാലിറ്റി ഷോസിന് ശേഷം ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു മസേരിയ റെൻഡൽസ്, ഇറ്റലിയിലുള്ള മസേരിയ റെൻഡൽസ്. ഇത് ഒരു ഷോയിൽ കണ്ടിട്ടുള്ള ഒരു വില്ലാസാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സെർച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഫിലിംസ്, മീഡിയാസ്, ഈ ഒരു ടെലിവിഷൻ ഷോസൊക്കെയാണ് ഈ ഒരു ക്യൂർ, അതായത് LGBTQ+ ട്രാവലേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചോയ്സസ്. ലൊക്കേഷൻ ഷോക്കേസ്ഡ് ഇൻ സീരീസ് ലൈക്ക് ദ വൈറ്റ് ലോട്ടസ് ഹാവ് സീൻ ഇൻക്രീസ്ഡ് ബുക്കിംഗ്സ് ഫോളോയിങ് ദെയർ ഓൺ സ്ക്രീൻ അപ്പിയറൻസസ്. അതുപോലെ തന്നെ വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്. അതിലൊക്കെ കാണിച്ചിട്ടുള്ള ലൊക്കേഷൻസിനൊക്കെ ഒരുപാട് ബുക്കിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് ആളുകൾ, ഈ LGBTQ+ ആളുകൾ ഈ TV ഷോസ് ഇൻഫ്ലുവൻസ്ഡ് ആയി അവരെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് എ ഗ്രോയിങ് ആക്സെപ്റ്റൻസ് ഓഫ് പോളിമറസ് റിലേഷൻഷിപ്പ് ദർ ഈസ് ആൻ എമേർജിംഗ് ട്രെൻഡ് ഓഫ് പോളിഡേയ്സ് വേർ ഇൻഡിവിജ്വൽസ് ഇൻ പോളിമറസ് റിലേഷൻഷിപ്പ് ട്രാവൽ ടുഗദർ. അതായത് പിന്നീട് പോളിമറസ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് റൊമാൻറ്റിക് ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ അവരുടെ കൺസെൻറ്റോട് കൂടി ഏർപ്പെടുന്നതാണ് പോളിമറസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്സെപ്റ്റൻസ് ഇങ്ങനെ ആളുകൾക്കിടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് എമേർജ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പോളിമറസ് റിലേഷൻഷിപ്പിലുള്ള ട്രാവലേഴ്സ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ട്രാവൽ ഇൻഡസ്ട്രി ഈസ് ബിഗിനിങ് ടു റെക്കഗ്നൈസ് ആൻഡ് ഓഫറിംഗ് അക്കോമഡേഷൻസ് ആൻഡ് പാക്കേജസ് സ്യൂട്ടഡ് ഫോർ പോളിമറസ് ഗ്രൂപ്പ്. ഈ ഒരു പോളിമറസ് റിലേഷനിലുള്ള ആളുകളുടെ ആ ഒരു ഗ്രൂപ്പിന് ഉതകുന്ന തരത്തിലുള്ള പാക്കേജസ്, അക്കോമഡേഷൻസ് ഒക്കെ മനസ്സിലാക്കി ട്രാവൽ ഇൻഡസ്ട്രി അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡിങ് പ്രൈഡ് ഇവൻറ്റ്സ് അബ്രോഡ് ഹാസ് ബിക്കം എ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്റ്റ് ഓഫ് LGBTQ+ ട്രാവൽ. അതായത് ഈ പ്രൈഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ഇവർക്ക് മാത്രമുള്ള ഒരു ഇവൻ്റാണ് അബ്രോഡിൽ വെച്ച് നടക്കുന്നത്. അവരുടെ അവകാശങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു മാർച്ച്, ഈ ഒരു ഇവൻ്റാണ് അവർക്കായിട്ടുള്ള. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ട്രാവലേഴ്സ് ഒക്കെ പോകുന്നൊരു സമയമായിരുന്നു അബ്രോഡിലേക്ക്.
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആർ എൻഹാൻസിങ് ട്രാവൽ എക്സ്പീരിയൻസസ് ഫോർ LGBTQ+ ഇൻഡിവിജ്വൽസ്. അതായത് ഈ വ്യക്തികൾക്ക് LGBTQ+ ഇൻഡിവിജ്വൽസിന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്തു അവരുടെ ട്രാവൽ എക്സ്പീരിയൻസസ്. ദ ഇൻ്റഗ്രേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ സർവീസസ് ലൈക്ക് ഹോട്ടൽ ചെക്ക്-ഇൻസ് ആൻഡ് എയർപോർട്ട് സെക്യൂരിറ്റി ക്യാൻ റെഡ്യൂസ് ആങ്സൈറ്റി അസോസിയേറ്റഡ് വിത്ത് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, പെർട്ടിക്കുലർലി ഇൻ റീജിയൻസ് വെർ സൊസൈറ്റൽ നോംസ് മേക്ക് കോസ് ഡിസ്കംഫേർട്ട്. അതായത് ഈ ഒരു AI ഒക്കെ വന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എൻ്റെ ആ ഒരു ഇൻ്റഗ്രേഷനോട് കൂടി അവർക്ക് LGBTQ+ ട്രാവലേഴ്സിന് കൂടുതൽ ഹോട്ടൽ ചെക്കിങ്ങിനും അതുപോലെ എയർപോർട്ട് സെക്യൂരിറ്റിക്കൊക്കെ അവരുടെ ആ ഒരു ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും അവർ അംഗീകരിക്കാത്ത ഒരുപാട് റീജിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം അവർക്ക് ചെക്ക് ഇൻ ചെയ്യാം, അവർക്ക് എയർപോർട്ട് സെക്യൂരിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെ അവരെ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാവലേഴ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. These trends underscore a shift towards more personalized, inclusive and socially conscious travel experience within the LGBTQ+ community. അപ്പോൾ ഈ ഒരു ട്രാവൽ ട്രെൻഡ്സ് ഒക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഈ ഒരു LGBTQ+ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അവർക്ക് വളരെയധികം പേഴ്സണലൈസ്ഡ് ആയിട്ട് സോഷ്യലി കോൺഷ്യസ് ആയിട്ട് അവർക്ക് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടാൻ, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ട്രാവൽ